ഇപ്പോൾ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ്, പെരുമഴ, പിന്നെ ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കണ്ടിട്ട് ഓരോ പ്രാവശ്യവും ഒരുപാട് പേര് മരിക്കുന്നു, ദുരിതത്തിലാവുന്നു. ഈ ക്ലൈമറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിപ്പോ കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ ഓരോരുത്തർ കമന്റ് വന്നേക്കുന്നത് അവൻ PhD ആണോ എന്നൊക്കെ കമന്റ്. ഞാൻ PhD ഒന്നുമല്ല, ഞാൻ പിന്നെ 10ാം ക്ലാസ്സുകാരനാണ്. ചിലർ പറയുന്നത് 10ാം ക്ലാസ്സുകാരനല്ല, അവന് വേറെ എന്തോ സംഗതിയാണ്. ഇനി ഞാൻ അത് പറഞ്ഞിട്ടങ്ങ് തുടങ്ങാം. നമുക്ക് ഈ ഒരു താല്പര്യം വരുന്നത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അവൻ എന്നെ പിന്നെ ജോഗ്രഫി ഈ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചത് ചാക്കര SND ടൂറിസ്റ്റ് സെന്ററിലെ അരവിന്ദ് ഘോഷ് സാറാണ്. അപ്പോൾ ഈ പുള്ളി പഠിപ്പിക്കും, സാറ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ ഈ കാര്യം നടക്കുന്നത് പോലെയാണ് നമുക്ക്. അത് ഇത് ഒരു സിനിമ പോലെ നമുക്ക് മുമ്പിൽ ഇങ്ങനെ വരും. അതുപോലെ ഫിസിക്സ് പഠിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ പത്മ ടീച്ചർ, ഈ 2 വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുന്ന കാരണം ഇവർ 2 പേരും. പിന്നീട് നമ്മൾ പിന്നെ പ്രീഡിഗ്രിക്ക് പോയി. ഫസ്റ്റ് ഇയറിൽ ഒരു മലയാളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു എടുത്തിരുന്നത്, മലയാളം മാത്രമേ കിട്ടിയുള്ളൂ. അതിനുശേഷം പരിപാടി അതോടുകൂടി വിദ്യാഭ്യാസത്തിന്റെ പരിപാടി അതോടുകൂടി അവസാനിപ്പിച്ചു. പിന്നെ ഈ കാര്യങ്ങളിൽ എനിക്ക് അന്നോട്ടെ ഈ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് കൃത്യമായിട്ട് 2018 ഫ്ലഡിന് ശേഷം സീരിയസ് ആയിട്ട് തന്നെ ഞാനിത് നോക്കുന്നുണ്ടായിരുന്നു. ഈ പിന്നെ സീസ്മിക് ആക്ടിവിറ്റീസ്, അതായത് പിന്നെ ടെക്ടോണിക് പ്ലേറ്റിന്റെ ആക്ടിവിറ്റീസ്, ഭൂകമ്പങ്ങൾ, ഈ പറഞ്ഞ കാലാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് നിരീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ പിന്നെ അടുത്തൊരു 2 വർഷമായിട്ടാണ് ഞാനിത് അധികം ഇതിനെ നിരീക്ഷിക്കാത്തത്. ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന മഴ എന്ന് പറയുന്നത് എൽനിനോ, ലാനിന, ഈ 2 പ്രതിഭാസങ്ങൾ ഗ്ലോബലിയുള്ള പ്രതിഭാസങ്ങളാണ്. കേരളത്തിൽ കൂടുതലായിട്ട് ഇപ്പം മഴ പെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിരിക്കുന്ന വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 ഡിഗ്രിയാണ്. ഇപ്പോൾ 6 ഡിഗ്രിയോ 1 ഡിഗ്രിയോ ആണ് കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ കൂടിയേക്കുന്നത്. അതൊരു കടലിനെ സംബന്ധിച്ചൊരു വലിയൊരു ചേഞ്ചാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് ഗ്ലോബൽ വാർമിങ്, രണ്ടാമത് പിന്നെ കടലിലോട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ് കൂടിയേക്കുന്നത്. ഈ 2 കാരണങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ട്രേഡ് വിൻഡിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പിന്നെ ഉണ്ടായേക്കുന്ന ഈ ഒരു മഴ എന്ന് പറയുന്നത് എൽനിനോയുടെ മഴയാണ് ഉണ്ടായേക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകിൽ ലാനിന വരും. എൽനിന ഉണ്ടാകുന്നത് പസഫിക് സമുദ്രത്തിന്റെ പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. പസഫിക് സമുദ്രം നോർത്ത് അമേരിക്കയുടെ ആ ഭാഗത്തുണ്ടാകുന്ന കടലിലെ വെള്ളം ചൂട് പിടിച്ചിട്ട് അത് ഈ പിന്നെ ട്രേഡ് വിൻഡിന്റെ കൂടെ ഇത് പിന്നെ ഏഷ്യയുടെ ഭാഗത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. ഏഷ്യയുടെ ഭാഗത്തോട്ട് വരുന്ന സ്വാഭാവികമായിട്ടും പിന്നെ ചൂട് വെള്ളം വരുന്ന അതിന്റെ കൂട്ടത്തിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിട്ട് വന്നത് അത് പിന്നെ അക്യുമുലേറ്റ് ചെയ്ത് മഴയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ട്രേഡ് വിൻഡിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇത് കൂടുതലായിട്ട് വരികയും ഇത് പിന്നെ കൂടുതലായിട്ട് വന്ന് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം നമുക്ക് നല്ല ചൂട് കിട്ടി. അപ്പോൾ അത് പിന്നെ എൽനിനോയുടെ കാരണമാണ് ഈ ചൂട് കിട്ടിയത്. ഇനി പിന്നെ ട്രേഡ് വിൻഡ് പിന്നെ നല്ല സ്പീഡിലായതുകൊണ്ടാണ് ഇത് വന്നത്. ട്രേഡ് വിൻഡ് കുറയുന്ന തന്നെ ഇവിടുത്തെ പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഈ ഒരു നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പിന്നെ അതുപോലെ ബംഗാൾ ഉൾക്കടലിലുമുള്ള ഈ ഒരു പിന്നെ ഡെപ്പോസിറ്റ് അവിടെ തന്നെ നിലനിൽക്കുകയും അത് കൂടുതലായിട്ട് പിന്നെ ഇതിന്റെ ബാഷ്പീകരണം ഉണ്ടാവുകയും അത് മഴയായിട്ട് പെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ഈ സംഗതി ഇതേപോലെ തന്നെയാണ്. ഇത് പറയാനാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതി. ഇപ്പം നമുക്ക് നിലവിലുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെസ്റ്റേൺ ഘാട്ടിന്റെ വിഷയമാണ്. വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് ഒരു 600 മില്യൺ 500-600 മില്യൺ വർഷം മാത്രം പഴക്കമുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇത് പിന്നെ സീസ്മിക് ആക്ടിവിറ്റി കൊണ്ടും അതേപോലെ ഈ പറയുന്ന വോൾക്കാനിക് എറപ്ഷൻ കൊണ്ടും ഉണ്ടായേക്കുന്ന ഒരു സംഗതിയാണ്. അതുണ്ടായേക്കുന്നത് ഈ നമ്മൾ പണ്ട് നമ്മൾ പിന്നെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ളതാണ്. വലിയൊരു പിന്നെ കോണ്ടിനെന്റ് ആയിരുന്നെന്നും ഇതൊക്കെ പിന്നെ മുറിഞ്ഞ് വേറെ ആയതാണെന്നും ഒക്കെ പറയുന്നത്. അതിനകത്തിൽ ഇന്ത്യൻ പിന്നെ പ്ലേറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പറഞ്ഞാൽ വർഷത്തിൽ 5 പിന്നെ സെന്റിമീറ്റർ വെച്ച് ഇത് നീങ്ങുന്നുണ്ടായിരുന്നു. സ്പീഡ് കൂടിയ ഒരു പരിപാടിയാണ്. ഇത് നീങ്ങി വന്നിട്ടാണ് ഇങ്ങോട്ട് ഇടിച്ചു കയറിയേക്കുന്നത്. ഇത് ഇപ്പോഴും തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രഷർ സോൺ ആണെന്ന് നമുക്ക് ഇതിന് കിട്ടുന്ന പ്രഷർ കിട്ടുന്ന സോണാണ് ഇത്. അപ്പോൾ ഇവിടെ സീസ്മിക് ആക്ടിവിറ്റി ഇച്ചിരി കൂടുതൽ വളരെ ചെറുതായിട്ടുള്ള ഇടകൾ പിന്നെ റിച്ചർ സ്കെയിലിൽ 3 താഴെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം
ഇച്ചിരി പ്രശ്നമുള്ള മേഖലയാണ്. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ pH വാല്യൂ കൂടുതലാണ്, ഇതിന്റെ അസിഡിക് കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെതറിങ് കൂടുതലുണ്ടാവും. വെതറിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ മണ്ണിന് പിന്നെ ഈ പാറ പൊടിയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഈ വെള്ളം കൂടുതലായിട്ട് സോക്ക് ചെയ്യുമ്പോൾ പിന്നെ ഈ സംഗതി ഒരു ഘട്ടം കഴിഞ്ഞാൽ സാധനം മണ്ണെല്ലാം കൂടെ നിരങ്ങി പോരും. ഇതാണ് നമുക്ക് ഉരുൾപൊട്ടലായിട്ട് വരുന്നത്. ഈ വെള്ളം ഈ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന വെള്ളം എല്ലാം കൂടെ നിരങ്ങി പോരും. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് അറിയാൻ വകുപ്പില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏതാണ്ട് 90-95% ആക്യുറസിയോട് കൂടി ഈ പറയുന്ന സംഗതികൾ അറിയാനുള്ള സംവിധാനം ഇപ്പം നിലവിലുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഒരു സംഘടനയുടെ പേരുണ്ട്, സോറി ഞാനത് മറന്നുപോയി. അവരാണ് ഇതിൻ്റെ ഏറ്റവും ഈ പറയുന്ന എല്ലിനോയും ലാലിനോയും കൃത്യമായിട്ട് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഇവരിതിൻ്റെ ഫോർകാസ്റ്റും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയും ഈ 2018 ഫ്ലഡിന് ശേഷം നല്ല സീരിയസ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പം ഇന്നും കൂടെ എനിക്കിപ്പോൾ മെസ്സേജ് വന്നു. ഞാനിപ്പോൾ മെസ്സേജ് ഞാനത് കാണിച്ചു തരാം. ഇന്ന് എനിക്ക് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മെസ്സേജാണ്. ഇന്ത്യൻ ഫോർകാസ്റ്റിങ്ങിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇതാണ് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഈ ഇത് വന്നത് 5:21 PM വന്നതാണ്. അടുത്ത 3 മണിക്കൂറിൽ എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് 50 കിലോമീറ്റർ വരെ സ്പീഡിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇത് ഈ ഇങ്ങനെ അലേർട്ട് വരുന്നുണ്ട്. അപ്പം വളരെ കൃത്യമായിട്ട് ഇന്ത്യ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനിത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം, ഈ അലേർട്ടുകൾ പലപ്പോഴും ഈ പിന്നെ ഇവിടെ പ്രഖ്യാപിക്കാറുണ്ട്. റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, പിന്നെ അതേപോലെ യെല്ലോ അലേർട്ട്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റെഡ് അലേർട്ട് എന്താണെന്നുള്ളതാണ്. റെഡ് അലേർട്ട് പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനിലാണെങ്കിൽ ഹെവി റെയിൻഫാൾ 24 മണിക്കൂറിനുള്ളിൽ 150 മുതൽ 200 മില്ലിമീറ്റർ. ഇതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുക 200 മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ടാണ്. നമ്മൾ മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘവിസ്ഫോടനം എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇത് ഒരുപക്ഷെ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കിട്ടേണ്ട മഴയൊക്കെ 24 മണിക്കൂർ കൊണ്ടൊക്കെ പെയ്തിറങ്ങും, അല്ലെങ്കിൽ ചില ഏതാനും മണിക്കൂർ കൊണ്ടൊക്കെ പെയ്തിറങ്ങും. ഇത്രയും വെള്ളം ഇത്ര ഒറ്റയടിക്ക് വന്നിട്ട് താങ്ങാനുള്ള ശേഷി ഈ പറയുന്ന വെസ്റ്റേൺ ഘാട്ടിന് ഇല്ല. വെസ്റ്റേൺ ഘാട്ടില് നമ്മുടെ തെക്കേ അറ്റം മുതൽ ഈ കന്യാകുമാരി പിന്നെ തൊട്ട് അങ്ങ് ഗുജറാത്തിന്റെ ഇപ്പുറം വരെ കിടക്കുന്ന ഈ വെസ്റ്റേൺ ഘാട്ട് ഇതിനുള്ള ശേഷിയില്ല. ഇങ്ങനെയുള്ള മഴ താങ്ങാനുള്ള ശേഷിയില്ല. ഇതെന്ന് പറയുന്നത് വളരെ പരിസ്ഥിതി ലോലമെന്നല്ല, അതിലോല പ്രദേശമാണ്. ഈ പിന്നെ താമസിക്കാൻ പാടില്ലെന്നാണോ? ശരിക്കും ആൾതാമസം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൾതാമസം ഇല്ലായിരിക്കണം ഏറ്റവും നല്ലത്. ഇവിടെ ലാൻഡ് സ്ലൈഡ്സ് അപ്പോൾ ഇത്രയും മില്യൺ ഇയേഴ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അതെ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് പിന്നെ ഭൂമിയെ സംബന്ധിച്ച് വളരെ സർവ്വസാധാരണമായ കാര്യമാണ്. നമുക്ക് ഇവിടെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ ആണ് നമുക്കിത് വലിയ സംഭവം. പക്ഷെ ഇത് വേൾഡ് വൈഡ് സംഭവിച്ചുകൊണ്ടിരിക്കുക. സീസ്മിക് ആക്ടിവിറ്റി വേൾഡ് വൈഡ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉണ്ടാകുന്നുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ പിന്നെ ആഫ്രിക്ക തന്നെ 2 പീസായിട്ട് മാറുകയാണ്. വളരെ അടുത്ത് തന്നെ ഇത് വന്നിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റുമായിട്ട് വന്ന് ചേരും. വളരെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് നാളെ മറ്റന്നാൾ വന്ന് ചേരും എന്നുള്ളതല്ല. ഭൂമിയുടെ ഒരു പിന്നെ ആയുസ് ഇതുവരെയുള്ള ആയുസ് എന്ന് പറയുന്നത് 450 കോടി വർഷമാണ്. ചിലപ്പോൾ ഒരു പിന്നെ 30-40 ലക്ഷം വർഷം കഴിയുമ്പോഴത്തേനും ഈ സംഗതി ഇന്ന് ഇന്ത്യയോട് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്ന് 30-40 ലക്ഷം വർഷം അല്ലെങ്കിൽ ഒരു 50 ലക്ഷം വർഷം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 1 കോടി വർഷം എന്നൊക്കെ പറയുന്നത് ഭൂമിയുടെ ആയുസിനെ സംബന്ധിച്ച് വളരെ ചെറിയ കാലയളവാണ്. ഇപ്പം ഭൂമിയുടെ ഇതുവരെയുള്ള മൊത്തം ആയുസ് 24 മണിക്കൂർ ക്ലോക്കായിട്ട് എടുക്കുകയാണെങ്കിൽ മനുഷ്യനുണ്ടായിട്ട് ഏതാണ്ട് പിന്നെ 30 സെക്കൻഡ് 40 സെക്കൻഡ് ഒക്കെ ആവുന്നു. അതാണ് അത്രയും ചെറിയ കാലം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് പിന്നെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് പറയുന്നത് റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ടിൽ ഹെവി റെയിൻഫാൾ പിന്നെ 24 മണിക്കൂറിൽ 150 മുതൽ 200 മില്ലി. റെയിൻഫാളിന്റെ വേറൊരു കണക്കൂടെ 2 കണക്കൂടെ ഞാൻ പറയാം. 48 മണിക്കൂറിൽ 250 മുതൽ 300 മില്ലിമീറ്റർ, 72 മണിക്കൂറിൽ 350 മുതൽ 400 മില്ലിമീറ്റർ. അതേപോലെ രണ്ടാമത്തെ ഒരു പിന്നെ കാര്യം റെഡ് അലേർട്ട് പറയുന്നത് ലാൻഡ് സ്ലൈഡും മഡ് സ്ലൈഡും. മൂന്നാമത്തെ കാര്യം ഫ്ലഷ് ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. 3 പേര് കസേരയിൽ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ചെളിയിൽ ഇരുന്ന് മരിച്ചു പോയത്. അതായത് നമ്മൾ ഈ സംഗതി വരുന്നത് വരുന്നത് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞടുത്ത കാല് വെക്കുന്നതിന് ഈ സാധനം നമ്മളെ കൊണ്ട് പോകും. അമ്മാതിരിയുള്ള സാധനങ്ങൾ ഫ്ലഷ് അടിക്കുന്ന ഫ്ലാഷ് ഫ്ലഡ് മിന്നൽ അടിക്കുന്ന പോലെ സാധനം ഇങ്ങനെ വരും.
ശരിക്കും ഫ്ലാഷ് ഫ്ലഡ് എന്നാണ് പറയുന്നത്. പിന്നെ റിവർ ഓവർഫ്ലോ, നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പരമാവധി ഒരു 1/2 കിലോമീറ്റർ ദൂരം കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണം. പിന്നെ ഡെർബിസ്ലോ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഈ വെള്ളവും ചെളിയും കല്ലും എല്ലാം കൂടെ കുഴഞ്ഞിട്ടൊരു കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ ഉന്തിത്തള്ളി ഇങ്ങനെ കൊണ്ടുവരും. ഇതും ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഉന്തിത്തള്ളി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇത് അറ്റ് ഗ്ലാൻസ് സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ സ്ലോയിലായിരിക്കും, പക്ഷെ ചിലപ്പോൾ ഈ സംഗതി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് നമ്മളെ കൊണ്ട് സാധനം പോകും. ഇതിന് സമാനമായ സംഗതിയാണ് ഇപ്പോൾ ഈ പറയുന്ന വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ റോക്ക് ഫാൾ, അതായത് പാറകൾ വീഴുന്നത്, പാറ ഉരുണ്ട് വരും. അതേപോലെ സോയിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും. ഈ സോയിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ അറിയത്തില്ല, ഈ സംഗതി നമ്മൾ അറിയത്തില്ല. അകത്ത് മണ്ണ് ഇളകി കിടക്കും. അടുത്ത എന്തെങ്കിലും ഒരു ചെറിയൊരു മഴയോ എന്തെങ്കിലും വന്ന് ഈ സാധനം ഇറങ്ങിയതിന്റെ പാട്ടിൽ. പിന്നെ വാട്ടർ ലെവൽ റൈസ്, പിന്നെ റാപ്പിഡ് റൈസ് ഇൻ വാട്ടർ ലെവൽ. റാപ്പിഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തിടയ്ക്ക് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഫുൾ ഫാമിലി, നോർത്ത് ഇന്ത്യയിൽ ഒരു ഫുൾ ഫാമിലി ഒരു വെള്ളച്ചാട്ടത്തിന് നടുക്ക് നിന്നിട്ട് ഇതിനകത്തില് ഒന്നും ചെയ്യാനില്ല, പെട്ടെന്നാണ് അത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം മലയോര പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഇത് മലയോര പ്രദേശങ്ങളിൽ ഈ പറയുന്ന മഴക്കാലത്ത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് ഈ പറയുന്ന കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, റെഡ് അലേർട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മലയോര പ്രദേശങ്ങളിലുള്ളവര് മാറി താമസിക്കുക. നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പലതും ഒരു പക്ഷേ നിങ്ങൾ ഒരു ആയുസ് മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷേ ജീവനെക്കാട്ടി വലുതല്ല ഒന്നും. അപ്പോഴേ ഇറങ്ങി ഓടുക എന്നുള്ളതല്ലാതെ കിട്ടിയത് വാരിപ്പെറുക്കി ഇറങ്ങി ഓടുക, കയ്യിൽ ഒതുങ്ങുന്നതും വാരിപ്പെറുക്കി ഇറങ്ങി ഓടുക എന്നല്ലാതെ വേറെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പക്ഷെ ഇവിടെ ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചൊക്കെയാണ് അവിടുത്തെ ക്യാമ്പ് അടക്കം ഒഴുകി പോയത്. അതായത് അത് അത്രയ്ക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് അത്രയും ദൂരത്തു നിന്നാണ് വന്നത്. ഇത് അവിടുത്തെ ഒരു ഞാൻ അവിടുത്തെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത ഞാൻ നോക്കി. അത് തുടർച്ചയായിട്ട് താപ്പോട്ട് ചരിവുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ മഴവെള്ളം, ഈ വരുന്ന വെള്ളം അതിൻ്റെതായ വഴികൾ തപ്പിയെടുക്കും. അത് അവിടെ ഈ മലയോര പ്രദേശം, അതുകൊണ്ടാണ് ഈ മലയോര പ്രദേശം ഒരിക്കലും നമുക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിലല്ല മഴ സീസണിൽ നമ്മളോട് പ്രതികരിക്കുന്നത്. അതെ, അത് കാരണം ഒരു കാരണവശാലും. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും വലിയൊരു മഴ സാധ്യത പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ല ഫോർകാസ്റ്റ് ഉണ്ട്. ഞാനത് കണ്ടാന്ന് കേട്ടോ, ഏതോ ഒരു ഞാനും കണ്ടായിരുന്നു. അത് എനിക്ക് അയച്ചു തന്നല്ലേ. അതെ, അത് നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞതായിട്ട്, ഇപ്പം നിയമസഭയിൽ പറഞ്ഞതായിട്ട്, പാർലമെന്റിൽ പറഞ്ഞതായിട്ട് ഞാനത് കണ്ടു. അപ്പം ഇങ്ങനൊരു പ്രഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഫോർകാസ്റ്റ് ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടതാണ്. ശരിക്കും ഇതിനകത്തിൽ എവർക്കും പരാധീനതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. ആളുകൾക്ക് ഇമോഷണലി ബോണ്ടഡ് ആണ്. എന്താണേലും എന്താ അത് പറഞ്ഞു മനസ്സിലാക്കാന്ന് മാത്രമല്ല, പിടിച്ചിറക്കൊണ്ടാണ് പോകണം. എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോകുക, ലോറിയിലിട്ടായാലും കൊണ്ടുപോകും, അവിടെ നിന്ന് സ്ഥലത്തുനിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ മിലിറ്ററി നേവി ഇത്രയും കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഈ കണ്ട കാണായ ജനങ്ങളൊക്കെ ജീവനോട് കൂടി തന്നെ ഇപ്പൊ കണ്ടേ. അതെ, ഈ പറയുന്ന വസ്തുവകകളും മൃഗങ്ങളും ഒക്കെ ഒലിച്ചു പോകും എന്നുള്ളതാണ് ഇവരുടെ ഭയം. പക്ഷെ അതല്ല നമ്മുടെ ജീവൻ. ഈ മൃഗങ്ങളെ നമുക്ക് തുറന്നു വിടാം. കാരണം മൃഗങ്ങൾക്ക് ഇത് ഈ പറയുന്ന ചെറിയ നമുക്ക് മനുഷ്യന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസിയിൽ കൂടുതലോ ഒരു ഫ്രീക്വൻസി കുറവോ ഉള്ള ശബ്ദ തരംഗങ്ങളോ കാര്യങ്ങളോ നമുക്ക് കിട്ടില്ല. പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്ക് നേരത്തെ ഇത് അറിയാൻ പറ്റും. ഈ പട്ടിക്കാണെങ്കിലും മറ്റു എല്ലാം ഒട്ടുമിക്ക മൃഗങ്ങൾക്കും ഇത് നേരത്തെ അറിയാൻ പറ്റും. അപ്പൊ അവരെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവരവരുടെ വഴി നോക്കിക്കോളും. പിന്നെ നമ്മൾ ഇവിടെ നിന്നേക്ക് പിടിച്ചിട്ട് വന്നാൽ മതി. അല്ല, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡിനാണെങ്കിലും ഇവാക്യുവേഷൻ കറക്റ്റ് ആയില്ല. ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ ഇവാക്യുവേഷൻ കറക്റ്റ് ആയിട്ടില്ല. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത്രയ്ക്ക് പോരായ്മ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനായിരിക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതിപ്പം കേരളത്തിലെ മാത്രം കാര്യമല്ല, ഇന്ത്യയിൽ ഒട്ടുക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് മൊത്തത്തിൽ പരാജയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യം അനുസരിച്ചോ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയോ അല്ലെങ്കിൽ അതിന് പ്രിക്കോഷൻ എടുക്കാനുള്ള ഒരു സംവിധാനമോ ഇതുവരെ നമുക്കില്ല.
പക്ഷെ ഇപ്പൊ മിലിറ്ററി നേവി എല്ലാവരും കിടന്ന് ഭയങ്കര പണി, മന്ത്രിമാരൊക്കെ അവിടെ ചെല്ലുന്നു, ഭയങ്കര ബഹളം. ഇതൊരു എത്ര മണിക്കൂർ എത്ര ദിവസം മുമ്പാ നീ ശരിക്കും ഇതിനെ പറ്റിയൊക്കെ അറിയാം? ഇനിയും വരാനിരിക്കുമല്ലേ? ഇനിയും വരും. ഇതിലും വലുത് അടുത്ത ഈ മാസം അടുത്ത മാസം പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. അതായത് അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇവിടോട്ട് അടിച്ചതിന് തിരിച്ചു പോകും ഈ കാറ്റ്? എന്താ അത്? ഇല്ല, ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴ അത് ഇതേപോലെ തന്നെ വരുന്നതാണോ? അതായത് ഈ പറയുന്ന പിന്നെ ട്രേഡ് വിൻഡിന്റെ പിന്നെ ശക്തി കുറഞ്ഞിട്ട് ശക്തി കുറയുന്നുണ്ടെ ഇവിടെ പിന്നെ ന്യൂനമർദ്ദം ഭയങ്കരമായിട്ട് രൂപപ്പെടും. ഇതിലും വലിയ മഴ വരും. അപ്പൊ അത് എന്നത്തേക്കായിരിക്കും ഇനി വരുന്നത്? അത് ഫോർകാസ്റ്റിനോട് തന്നെ ചോദിക്കണം. ഒരുപക്ഷെ ഈ ഓഗസ്റ്റിൽ തന്നെ, ജൂലൈ 31 ചിലപ്പോൾ ഓഗസ്റ്റ് പകുതിയോടുകൂടി കാണുമെന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയുണ്ട്. അപ്പൊ അതിന്റെ അലേർട്ടുകളോ വല്ലതും ഇങ്ങനെ കിട്ടുന്നു? ഞാൻ സ്ഥിരമായിട്ട് ഇത് പിന്നെ ഇപ്പൊ അധികം ഇത് ഞാൻ വാച്ച് ചെയ്യുന്നില്ല, എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് പിന്നെ ഇതിനെ നമുക്ക് ഒരിക്കലും വന്നാലും വന്നില്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒരിക്കലും തടയാൻ പറ്റത്തില്ല. നമ്മുടെ നിലവിലുള്ള ഒരു സംവിധാനത്തിന് ഇതിനെ തടയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഈ ലേയേഴ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്തോണ്ടിരിക്കുക അല്ലേ ചെറിയ തോതില്? ഈ വെസ്റ്റേൺ ഗാട്സ് അത് പിന്നെ വെസ്റ്റേൺ ഗാട്സ് മാത്രമല്ല, ഇന്ത്യൻ കോണ്ടിനെന്റ് മുഴുവനായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിമാലയൻ സൈഡിലോട്ട്. ഇന്ത്യൻ കോണ്ടിനെന്റ് ഒരു വർഷത്തില് 1.5 ഇഞ്ച് വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.6 ഇഞ്ച് വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹിമാലയം ഒരു വർഷത്തിൽ 1 സെന്റിമീറ്റർ വെച്ച് വളരുന്നത്. അത് വേറൊരു കാര്യം കൂടെയുണ്ട്. ഓരോ 150-200 വർഷം കൂടുമ്പോഴും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ റിക്ടർ സ്കെയില് 6 അതിന് മേളിലുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. ഇത് ഭൂമിയെ സംബന്ധിച്ച് വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചാണ് ഇത് അസാധാരണമായിട്ടുള്ള. കാരണം നമ്മുടെ ലൈഫ് സൈക്കിളിലൊന്നും ഇതൊന്നും നമ്മൾ വൺസ് ഇൻ എ ടൈമേ നമ്മൾ കാണുന്നു. സത്യത്തിൽ അവിടെയൊക്കെ ഇപ്പൊ ആളുകൾ കൂടി വേണ്ട. നേരത്തെ ഒന്നും അവിടെ ഒന്നും മനുഷ്യരില്ലാത്ത സമയത്ത് ഇത് നടന്നുകൊണ്ടിരുന്നതായിരിക്കാം. ഇതേപോലെ ഒത്തിരി പുഴകൾ രൂപപ്പെട്ടു. ഇതിപ്പോ ഇന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എർത്ത്ക്യൂക്ക് ഇന്ന് തന്നെ ഭൂകമ്പം പിന്നെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് നടന്നുള്ളത് ഇപ്പൊ ഇതെല്ലാം ആപ്പിളിൽ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുമല്ലേ? ഞാനിത് സ്ഥിരമായിട്ട് വായിച്ച് ചെയ്യുന്ന ആളാണ്. ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ ഈ മൊബൈൽ ഭയങ്കര മോശമായതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യാത്തത്. നേരത്തെ ഇതിന് വെതറിനും ഒക്കെ അല്ല എനിക്ക് പിന്നെ വേറെ ഇതുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യൻ ഓഷനിൽ 5 മാഗ്നിറ്റ്യൂഡുള്ള രാവിലെ 9:22 5 മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷൻ. കടലിൽ നടക്കുന്നത് ഇതാണ് ലൊക്കേഷൻ ഇതാണ്. ഇന്ത്യൻ ഓഷനിൽ സോറി ഇവിടെ അറബിക് ഓഷനിൽ മെഡഗാസ്കർ ദ്വീപിനോട് അടുത്ത്. ഇതെന്ന് പറയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാല് ആ ഒരു നമ്മളുടെ ആ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് നടക്കുന്ന അതിന്റെ ഒരു ബൗണ്ടറി ഏരിയ ആണിത്. ഈ ഒരു ബൗണ്ടറി ഏരിയ ആണ്. അതിന്റെ മാപ്പ് ഇതിനകത്തിൽ ഒത്തിരി കാലമായി ഉപയോഗിച്ചിട്ട് ഇതിന്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കാരണം കുറച്ച് ഇപ്പൊ ഇന്ത്യൻ ഓഷനിൽ ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓഷനിൽ ഓസ്ട്രേലിയയോട് ചേർന്നിട്ട് ഇന്നലെ ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. 3.3 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. 3.3 അത് ഇന്നലെയാണ്. ജൂലൈ 30. 3.3 നമ്മൾ അധികം ഒന്നും നമുക്ക് ഒന്നും ചെറിയൊരു മുഴക്കം പോലൊക്കെ നമ്മൾ കേൾക്കുള്ളൂ. 5 മേപ്പ് പിന്നെ 4:30 മേപ്പോട്ട് വരുമ്പോഴാണ് നമുക്ക് കാര്യമായിട്ടുള്ള സംഗതി നമ്മൾ അറിയുന്നത്. 5 അത്ര വലിയ പ്രശ്നമുള്ളതല്ല. പക്ഷെ റിക്ടർ സ്കെയിൽ 12 വരെ ഉള്ളൂ. 12 പിന്നെ ഭൂമി പീസ്പീസായി പോകുന്ന സിറ്റുവേഷൻ ആണ്. 9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം പിന്നെ ബാക്കി ഉണ്ടാവില്ല. ഈ ജപ്പാനിലൊക്കെ അടിക്കുന്നതിന് എത്രയാ? 7 or 8 എത്ര? അത് 5 മേപ്പോട്ടുള്ള സാധനമാണ് മിക്കവാറും സാധനം അവിടെ കിട്ടുന്നത്. പക്ഷെ അവിടെ ഉള്ളവർ ഇത്രയും പേര് മരിക്കത്തൊന്നുമില്ല. അവർക്ക് ഇത് ഫ്രീക്വന്റ് ആയിട്ട് അറിയാം. അവർക്ക് എത്രയോ പിന്നെ അവര് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായ കാലം മുതലേ അവർ ഈ സംഗതി സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കും. സുനാമിയും കാര്യങ്ങളും എല്ലാം സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേട്ടിട്ടുണ്ടല്ലോ, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മറ്റേ കത്രീന വന്നു. മരിക്കുന്നില്ല അവിടെ. അതാണ് ഞാൻ പറയുന്നത്. ഇതിലും വലിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ നമ്മൾ ഈ നക്കി തുടച്ചോണ്ട് പോകാന്ന് പറയുന്നത് പോകുന്ന വഴിയിൽ അമ്മാതിരി ഐറ്റം ആണ് വരുന്നത്. പക്ഷെ അവിടെ ഒന്നും ആൾക്കാർ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവിടെ മിലിറ്ററി ഒക്കെ പിന്നീട് വരുന്നത്. മിലിറ്ററി ഒക്കെ അത്രയും പോസിറ്റീവ് കേസിലൊക്കെ വരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവിടെ തന്നെ വേറെ സംവിധാനങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം, ആൾക്കാരോട് മാറാൻ പറഞ്ഞ ഐറ്റം വരുന്നുണ്ട്, മാറാൻ പറഞ്ഞ ആൾക്കാർ മോടി മാറും. അവര് അന്നേരം തന്നെ ചോദിക്കും റെസ്ക്യൂ പിന്നെ ക്യാമ്പ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ അങ്ങോട്ട് മാറും. ശരിയാ, ആൾക്കാർ മാറും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊങ്ങിയപ്പോഴും വീടിന്റെ മണ്ടയ്ക്ക് ഒന്ന് ടിവിയും കൂടെ എടുത്തോളാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ചിലരുണ്ടാക്കിയ ഫുഡ് കഴിച്ചില്ല.
അതൊക്കെയാണ് പ്രശ്നം. ആ സമയത്ത് ഇറങ്ങി കാരണം ഈ ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഫുഡ് ചിലപ്പോൾ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം ആ. അവിടെ എന്തെങ്കിലും ഇതുവരെ കേട്ടത് പറഞ്ഞു വെച്ചിട്ട് എന്താ നിങ്ങൾക്ക് പറയാം? അതിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇത്രയും പഴകിയ വേറെ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു ജട്ടി 3 മാസം ഉപയോഗിക്കാറുണ്ട്. 50 വർഷമാണ് ഏതൊരു ഡാമിന്റെ കാലാവധി. 50 വർഷമാണ്. ഇതാണ് 200 ഇത് എത്ര വർഷമായെന്ന് എനിക്ക് 1887 പണിതാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് ഇനിയും പിന്നെ നിലനിന്ന് പോകുന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്തിൽ ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. തന്നെയല്ല, ഇതിന്റെ ലൊക്കേഷൻ ഒരു ഭയങ്കര പ്രശ്നമുള്ള ഏരിയ. കാരണം വെച്ചാൽ ഇങ്ങും മണ്ടക്കിരിക്കുന്ന സാധനമായത്. ഇത് ഇവിടെയാണ് ഫിസിക്സിന് അതിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന സാധനം വരുന്നത്. ഇത്രയും ഹൈറ്റിലിരിക്കുന്ന സാധനത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അടിച്ചു പോരും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു 150 കിലോമീറ്റർ സ്പീഡിന് മേളിലുള്ള സ്പീഡിലൊക്കെ ആയിരിക്കും സാധനം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കും പ്രകാരം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ 5 മണിക്കൂർ 6 മണിക്കൂർ വേണം ഇവിടെ എറണാകുളത്ത് വെള്ളം വരാൻ. പക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്ത് വെള്ളം വരാൻ വെറും 4 മണിക്കൂർ മതി എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്ന കണക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണ് തിരുമ്പി വരുമ്പോഴത്തേനും പരിപാടി കഴിഞ്ഞിരിക്കും. ശരിയാ. ഒരു 2 മണിക്കാണ് പൊട്ടുന്നതെങ്കിൽ ആരും അറിയത്തില്ല. ഇത് പകല് പൊട്ടണമെന്നൊരു നിർബന്ധമില്ല. പകല് പൊട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അല്ലാതെ എത്രയും പേര് എങ്ങനെ രക്ഷപ്പെടുന്നു ഇതിനകത്ത്? ഈ ഡാമുകൾ ലോകം മുഴുവനുള്ള ആൾക്കാർ ഡിമോളിഷ് ചെയ്ത് കളയുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ആൾട്ടർനേറ്റ് ഇപ്പം നമ്മളിപ്പോൾ ഡാമുകൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടും. ഇലക്ട്രിസിറ്റിയിലാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓക്സിജൻ തരുന്നത് എല്ലാവരും വിചാരിക്കുന്ന ഈ വൃക്ഷങ്ങളാണ്. അങ്ങനെയല്ല. ഇതിന്റെ ഈ കടലിലാണെങ്കിൽ ഒരുതരം സൂക്ഷ്മജീവികളുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ പോലുള്ള ഐറ്റം ഉണ്ട്. ഈ സാധനങ്ങളാണ്. ഇത് നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ കിട്ടണം. ഫ്രഷ് വാട്ടർ കിട്ടാനുള്ള ഒരേ ഒരു സോഴ്സ് നദികളാണ്. ഫ്രഷ് വാട്ടർ കടലിലോട്ട് ചെന്നെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇതങ്ങോട്ട് ചെന്നെങ്കിൽ മാത്രം ഈ വെള്ളമെല്ലാം നമ്മളിവിടെ കെട്ടിത്തറഞ്ഞ് നിർത്തിയേക്കുക. പിന്നെ തന്നെയല്ല, ഈ എവിടൊക്കെ നമ്മൾ ഡാം പണിതിട്ടുണ്ടോ, ഈ മനുഷ്യൻ എവിടെല്ലാം ഡാം, പ്രത്യേകിച്ച് പിന്നെ ഈ ബീവർ ഡാമുകളൊക്കെ ഉണ്ടല്ലോ, അമേരിക്കയിലെ ബീവർ എന്ന് പറയുന്ന ജീവി ഉണ്ടാക്കുന്നത്. ഈ ഡാമുകൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും ഈ ഡാം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ തോതിലുള്ള വളരെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ഈ 2, 3 താഴെയുള്ള മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് സർവ്വസാധാരണമാണ്. പിന്നെ ഇപ്പോൾ ആൾക്കാർ ഇപ്പം പിന്നെ പല സോഴ്സിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, ഈ വെസ്റ്റേൺ ഗാട്ട്സിൽ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഈ പടിഞ്ഞാറ് മൊത്തത്തിൽ 7 മീറ്റർ ഡേറ്റ ഞാൻ എടുക്കുകയാണ്. 7ഓളം ഫോൾട്ടുകളുണ്ട്. ഈ 7ഓളം ഫോൾട്ടിൽ പാലക്കാട് ഫോൾട്ട് എന്ന് പറയുന്നൊരു ഫോൾട്ടുണ്ട്. ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാനൊന്ന് പറയാം. ഈ പറയുന്ന പിന്നെ സീസ്മിക് ആക്ടിവിറ്റി, അതായത് ടെക്ടോണിക് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ട്രെസ്സ് വരുന്ന മേഖലയിൽ ഒരു ചെറിയ ക്രാക്ക് ഉണ്ടാകും. ക്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാവുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള പരിപാടിയല്ല. അവിടുത്തെ പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് അവിടെ മണ്ണിന് കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ ഈ ക്രാക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ ഈ ഭൂകമ്പ സാധ്യതയുള്ള ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള ചെറിയ ക്രാക്കുള്ള മേഖലയാണ്. ഈ പാലക്കാട് ഫോൾട്ട് ഇച്ചിരി നീളമുള്ള സാധനമാണ്. അത് ഇടുക്കി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ പറയുന്ന വെസ്റ്റേൺ കാട്ട് മുഴുവൻ പിന്നെ കുഞ്ഞു ചെറിയ പിന്നെ ക്രാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശരിക്കും ഡാം നിർത്താൻ പാടില്ല, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എല്ലാ രാജ്യങ്ങളും ഇപ്പം പിന്നെ ഈ പറയുന്ന എനർജിക്ക് വേണ്ടിയിട്ട് മറ്റേ അറ്റോമിക് റിയാക്ടർ എന്നുള്ള ഇതിലോട്ട് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആ ഒരു ഇതിലോട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഡാമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു. നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഗാട്ട്സിൽ ഡാം പാടില്ല, ഡാം തീരെ പാടില്ല, ഹെവി കൺസ്ട്രക്ഷൻസ് പാടില്ല, ഒന്നും അതിൻ്റെ മേളിലോട്ട് വെയിറ്റ് കയറ്റി വെക്കാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പിന്നെ വോൾക്കാനിക് എറപ്ഷൻ വഴി ഉണ്ടായിരിക്കുന്ന പാറകളാണ് അവിടെ മിക്കതും ഉള്ളത്. അപ്പോൾ ഇതിന് പിന്നെ അസിഡിക് കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ റെയിൻഫാളോട് വരുമ്പോഴത്തേന് ഇതിന് വെതറിങ് സംഭവിക്കും, ഇങ്ങനെ ദ്രവിക്കും.
പാറ ദ്രവിക്കും. അത് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ദ്രവിച്ചുണ്ടായിരിക്കുന്ന മണ്ണായതുകൊണ്ട് ഇത് കറുത്ത മണ്ണ്. പക്ഷെ അങ്ങനെ ഉണ്ട്. അത് അവിടെയൊക്കെ ചെന്നിട്ട് ഈ ജിയോളജിസ്റ്റുകളൊക്കെ പോയി തപ്പിയെടുത്താൽ ആ പ്രദേശം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഈ പറഞ്ഞ ദ്രവിച്ച മണ്ണാണ് എല്ലാ കാലിനും ഇത്ര സ്ട്രെങ്ത്. അതുകൊണ്ടാണല്ലോ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നത്. അപ്പൊ അത്രയും പ്രദേശത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നത് അതുകൊണ്ട് മാത്രമാണ്. എന്നിട്ടും പിന്നെയും ഇങ്ങനെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഏത് ഇന്റൻസിറ്റിയിൽ നടപ്പാക്കാൻ പറ്റുമോ ആ ഇന്റൻസിറ്റിയിൽ നടപ്പാക്കണം. അത് അതേപോലെ തന്നെ നടപ്പാക്കുക. ഒരു പക്ഷേ അതിൽ ഇച്ചിരി കടന്ന് നടപ്പാക്കിയാലും ഇനിയിപ്പോ കുറച്ചും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുറെ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ ഇനി അങ്ങോട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് പറയാം, കത്രീന വന്നു, മറ്റേ ദീപ പതുകോൺ വന്നു എന്ന് പറയാം. ഓരോ കാറ്റിന് നടിമാരുടെ പേര് വരെ ഇടേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട്ട് നമ്മളിപ്പം കാലാവസ്ഥ, കാരണം ഗ്ലോബലി തന്നെ ഇപ്പൊ അമേരിക്കയിൽ തന്നെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന കാറ്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അവിടെയും കാറ്റിന്റെ ഈ പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ വാസയോഗ്യം എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങള് എവിടെയൊക്കെയാണ്? വാസയോഗ്യം എന്ന് പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ അത് നമ്മളുടെ ഈ പറയുന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ജിയോളജിക്കൽ വകുപ്പും എല്ലാവരും കൂടെ അത് റിസർച്ച് ചെയ്ത് വേണം തീരുമാനിക്കാൻ. അങ്ങനെ വാസയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയാൽ തന്നെ അവിടെ നമ്മളുടെ പഴയ പരിപാടി നടക്കത്തില്ല. ഈ മുറ്റം, ഒരു കിണർ, അപ്പുറത്താണെങ്കിൽ ഒരു തൊഴുത്ത് പരിപാടി നടക്കത്തില്ല. നമ്മൾ വെർട്ടിക്കൽ ബിൽഡിങ്ങുകൾ, ടൗൺഷിപ്പുകളാണ് ഇനി നമുക്ക് ജോലി ചെയ്യാനായിട്ട് കടലിലോട്ടോ. കേരളത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ വീടുകൾ ശരിക്കും അനുയോജ്യമായ ഒരു ചോയ്സ് അല്ല. ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിലും ഒരു അനുയോജ്യമായ ചോയ്സ് അല്ല. പിന്നെ അതല്ല, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഓരോ സ്ഥലത്തും വേണ്ട രീതിയിലല്ല. വെള്ളം കയറുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ പണിത് വെക്കും, ഒരേ കോൺക്രീറ്റ്. അത് ഭയങ്കര പ്രശ്നം പിടിച്ചൊരു കൺസ്ട്രക്ഷൻ. അതാത് സ്ഥലത്തെ ഭൂമിയെ കൃത്യമായി പഠിച്ച് വേണം കൺസ്ട്രക്ഷൻ ചെയ്യാൻ. വീടുകൾ ഇനി ഒറ്റ വീടുകൾ വെക്കുന്ന പരിപാടി ഒത്തിരി രീതി മെച്ചം. മറ്റേത് അതായത് ടൗൺഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് എന്ത് കാര്യങ്ങളും ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ എളുപ്പമായി. വെള്ളം വരണം, ടാറ് വരണം, ഇലക്ട്രിസിറ്റി വരണം. അതെ, ഇത് ഈ കേരളത്തിലാണെങ്കിൽ മൊത്തം ടാറാ കൂടുതൽ. ഭൂമിയൊക്കെ കൂടുതൽ സ്ഥലത്ത് ടാറും കോൺക്രീറ്റും വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വീടെത്തി. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റും. ഇനിയിപ്പോ നടക്കുന്ന കാര്യമൊന്നുമില്ല, ഈ രാജ്യം പോയതാ. അല്ല, ഇനിയിപ്പോഴായാലും നടക്കും. അത് ജനങ്ങൾ മാറിയാൽ മതി, ജനങ്ങളുടെ ചിന്താഗതി മാറിയാൽ മതി. താനിപ്പോ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് തന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ടാ. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് വേറെ പലതാ. ചിലർ ചിലപ്പോ അവരുടെ എന്താ പറയുക റിലീജിയൻ ആയിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. കൃത്യസമയത്തിന് വാങ്ങ് വിളിക്കുന്ന ആപ്പുണ്ട്, പള്ളിയിൽ മണി അടിക്കുന്ന ആപ്പുണ്ട്. അതാ കൂടുതൽ പേരുടെ ഇവിടെ ഉള്ളത്. പിന്നത്തെ ആപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വല്ല തുണ്ട് കാണാനുള്ളതായിരിക്കും. അതല്ല വേറെ സാധനമുണ്ട്, ഡേറ്റിംഗ് ആപ്പ്. ഞാനതൊന്നുമല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഈ ആപ്പുകൾ ഞാൻ ഈ നോക്കുന്ന പ്രധാന കാരണം എന്താ അറിയോ? ഞാൻ ഈ ലോറി കൊണ്ട് ഇന്ത്യ മുഴുവൻ നടക്കുന്നതിനാ. അപ്പൊ എവിടത്തെ കാലാവസ്ഥ ഏതൊക്കെ രീതിയിലാണ് ഇതൊക്കെ നോക്കി പോയിരുന്ന അർജുന് ചിലപ്പോ ഈ അപകടം ഉണ്ടാകത്തില്ല എന്നല്ലേ? അത് പറയാൻ പറ്റത്തില്ല. നോക്കി അല്ല, അവിടെ റെഡ് അലേർട്ട് ഉണ്ടാകുന്ന പറയുന്നത്. പിന്നെ അയാൾ ആ വണ്ടി പോയതാ. റെഡ് അലേർട്ട് ഉണ്ടായിരുന്ന സ്ഥലത്തൂടെ നമ്മൾ പോകാൻ പാടില്ല. റെഡ് അലേർട്ട് ഉള്ള സ്ഥലത്തൂടെ നമ്മൾ പോകാൻ പാടില്ല. അതാണ് അതിന്റെ ശരി. റെഡ് അലേർട്ട് ഉള്ള സ്ഥലത്തൂടെ നമ്മൾ ശരിക്കും യാത്ര ചെയ്യാൻ പാടില്ല. യാത്ര ഒഴിവാക്കി. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇപ്പം ലോഡുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവനോട് ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്ന സ്ഥലത്തൂടെ പോകാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ആ ഭാഗത്തോടെ തിരിച്ചു പോകാൻ പാടില്ല. ഇപ്പൊ ലോഡ് ഇറക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളതാണ്. ആളിവിടെ കൊച്ചി. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ? എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. എന്താ പേര്? അതിന്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാനത് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ? ഫേസ്ബുക്ക് പേജും ഉണ്ട്. വെട്ടിയാർ എന്നുള്ള പേരിൽ പേജും ഉണ്ട്. ഇൻസ്റ്റയിലും പ്രൊഫൈൽ ഉണ്ടോ? ഇൻസ്റ്റയിലും വെട്ടിയാർ എന്നുള്ള പേരിൽ പ്രൊഫൈൽ ഉണ്ട്. അത് കാണിക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പരിപാടി എന്റെ മൊബൈൽ ഡാമേജ് ആയതിനു ശേഷം ഞാനിപ്പോ ഒരു വർഷത്തോളമായി ഡാമേജ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ വണ്ടി നമുക്ക് കിട്ടിയേക്കുന്ന വണ്ടി ഒരു മെനകെട്ട വണ്ടി ആയത് കാരണം ഈ 80,000 രൂപ കൊടുത്തിട്ട് ആ മൊബൈൽ ഒന്ന് റെഡിയാക്കാൻ പോലും നമുക്കൊരു ഇതായിട്ടില്ല. അത് കാരണമാണ് ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ഒരുപാട് പോസ്റ്റുകൾ പലപ്പോഴും എനിക്ക് ഇടണമെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. കാരണം ഞാനെന്താ അങ്ങനെ പറയുന്നത് അറിയോ? ഇത് വേറെ വല്ല ചാനലൊക്കെ പോയിരുന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, പകുതി വെട്ടിക്കളയും. നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ പറയുന്നതല്ല. അല്ലെങ്കിൽ ഇവർക്ക് തോന്നിയ പോലെ എഡിറ്റ് ചെയ്ത് തോന്നിയ തംബ്നെയിലൊക്കെ ഇട്ട് ആകെ തെറ്റിച്ച് കളയും. വെട്ടിയാർ പറഞ്ഞത് മറ്റേ ഗാഡ്ഗിലിനെ എതിർത്ത് വെട്ടിയാർ എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ ആൾക്കാർ നീ ആരാടാ അത് പറയാൻ?
അവരെ സംബന്ധിച്ച് ആൾക്കാരെ സംബന്ധിച്ച് ജസ്റ്റ് clickbait ആ. അത് ക്ലിക്ക് ബൈറ്റ് കിട്ടിയ എന്തെങ്കിലും അതുമല്ല നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ slip നിരീക്ഷണ അങ്ങ് കിട്ടി. കേന്ദ്രത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് 10ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ്സുകാരൻ എന്നൊക്കെ ഭയങ്കര പറഞ്ഞിട്ട് സാധനമൊക്കെ അടിച്ചു വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റി ശത്രുക്കളെ സമ്മതിച്ചു തരും കുറച്ച്. അങ്ങനെ ഗുണമുണ്ട്. ഞാനിത് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ നിൽക്കുന്നതിനാലും നമ്മള് പറയുന്ന ഒന്ന് തീർത്ത് പറഞ്ഞു എന്നുള്ളത്. ഞാനിതിപ്പോ ഇവിടെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മള് പിന്നെ ഇത്തരം സംഭവങ്ങളോട് നമ്മൾ കാണിക്കുന്ന അനാസ്ഥ, ഇതുകൊണ്ടാണ് ഈ പറയുന്ന 2018 ഇപ്പോഴാണെങ്കിലും ഇത്രയും ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്നത്. അതിനകത്തിൽ ഒരാൾ ഒരു ലെതറിന്റെ പോലത്തെ ഒരു കോട്ടിട്ട് ഒരാൾ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഞാൻ ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്യാണ്. അതായത് പുള്ളിയെ വീട്ടിൽ പുള്ളിയുടെ മകളോ മറ്റോ പ്രഗ്നൻ്റായ മകളോ മറ്റോ ഉണ്ട്. അപ്പം ഈ റെഡ് അലേർട്ട് വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെ അല്ലേ, എല്ലാവരും കൂടെ നിങ്ങൾ ഇവിടുന്ന് മാറിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് മാറിയിട്ട് ഈ പറഞ്ഞ സുഹൃത്തടക്കം എല്ലാവരും പോയി. അപ്പോൾ ഓൾറെഡി ആൾക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അത് ഞാനിത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ സെന്റിമെന്റ്സ് ഇതൊന്നും ഇവിടെ വർക്കാവില്ല. ഈ സമയത്ത് നിങ്ങളുടെ ജീവൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കടൽ തീരത്ത് ഈ കടലാക്രമണം ഏത് സമയത്തും ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ പോയി താമസിക്കരുത്. സത്യത്തിൽ അവരെല്ലാരും അവിടെ നിന്ന് മാറണം. കടൽ നമ്മുടെ കേരളത്തിലെ കടൽ തീരം ഒന്നും പിന്നെ ഇനിയിപ്പോ അങ്ങോട്ട് താമസിക്കാൻ കൊള്ളാവുന്ന ഒരു എനിക്ക് എന്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും അല്ല, ഇതിന് എപ്പോഴും എന്തോ റെഡ് അലേർട്ട് വന്നു കഴിഞ്ഞു. റെഡ് അലേർട്ട് കടൽ തീരം നിരോധിച്ചാൽ പോലും ബോട്ടുമായിട്ട് പോയി മരിക്കുന്നുണ്ടല്ലോ. അതാ പറഞ്ഞത്, ഈ പറയുന്ന കടൽ തീര ഭാഗങ്ങളിൽ റെഡ് അലേർട്ട് വന്നു കഴിഞ്ഞാല് ഏറ്റവും കുറഞ്ഞത് ഒരു 1/2 കിലോമീറ്റർ എങ്കിലും ദൂരോട്ട് മാറി നിങ്ങൾ താമസിക്കുക എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട്. അത് നിങ്ങളുടെ ഈ പറയുന്ന ഗവൺമെന്റ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നെ തഹസിൽദാരോ കളക്ടറോ വന്ന് നിങ്ങളുടെ ബഹളം വെക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്വമേധയെ അവിടുന്ന് മാറുക എന്നുള്ളതാണ്. ജനങ്ങൾ മാറുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് കേരളത്തിൽ ഇനി അങ്ങോട്ട് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ പറ്റും. ഇന്നൊരു പിന്നെ വാർത്തയിൽ ഞാൻ കണ്ടു, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുഞ്ഞിന്റെ ലൈഫ് ഇനി എങ്ങനെയാ? ആരുണ്ട് ആ കുഞ്ഞ്? ആ പ്രദേശത്ത് അവരുടെ പിന്നെ സ്വന്തക്കാരായിട്ടോ ബന്ധുക്കാരായിട്ടോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ആ കുഞ്ഞിന് ഇനി ജീവിതം എങ്ങനെയാണ്? അതിന് ഇനി എങ്ങനെ നോക്കും? ആര് നോക്കും അതിനെ? അതല്ല, എത്ര പേര് മരിച്ചെന്ന് പോലും അറിയത്തില്ല. കൃത്യമായ കണക്ക് പോലും ഇല്ല. എത്ര വീടുണ്ടാകുന്ന അറിയത്തില്ല എന്നൊക്കെ പറയാം. ഒരു പ്രദേശത്ത് ഇത്ര മനുഷ്യ താമസിച്ചതിനകത്ത് കണക്കില്ല. അതോ ഈ പറയാത്തതാണോന്ന് അറിയത്തില്ല. അതെന്ത് വായിക്കോട്ടെ, അത് പറയാന്നുള്ളതല്ല. ഇപ്പൊ ആളുകൾ മരിച്ചെങ്കിൽ മരിച്ചു എന്നുള്ളതാണ്. ഒരു ജീവൻ പോയി എന്നുള്ളതാണ്. നമ്മളുടെ അനാസ്ഥ കൊണ്ട്, ആരുടെ ആയാലും അനാസ്ഥ കൊണ്ടാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഈ ഇത്തരത്തിലുള്ള അലേർട്ടുകളോട് നമ്മൾ കാണിക്കുന്ന ഒരു വിമുഖത കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും ഒരു ജീവൻ പോയി എന്നുള്ളതാണ്. ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റില്ല. അതോ ആ ജീവനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറെ ജീവിതങ്ങളും ഉണ്ടാവും. പക്ഷെ ഇനിയിപ്പോ അടുത്തത് ഇതേപോലെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങള് ഏതൊക്കെ ആയിരിക്കും വല്ലതും നിങ്ങൾക്ക് ഈ ആപ്പിലോ വല്ലതും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? അതോ വെസ്റ്റേൺ കാട്ട് മൊത്തം പ്രശ്ന മേഖലയാണ്. ആണല്ലേ? വെസ്റ്റേൺ കാട്ട് പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാതിരിക്കും നല്ലത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലും അതേപോലെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഓരോരുത്തന്മാർ പോയിട്ട് നല്ല വെയിലായിരിക്കും അവിടെ പോയിട്ട് ചെറുതായിട്ട് മഴയുള്ള സമയമൊക്കെ ആയിരിക്കും, നല്ല വെയിലായിരിക്കും, വലിയ വെള്ളമൊന്നും കാണത്തില്ല. അവിടെ പോയി നടുക്ക് പോയി ഇങ്ങനെ ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, പരിപാടി ചെയ്യരുത്. ഒരു കാരണവശാലും ഇറങ്ങരുത്. കാരണം വ്ളോഗ് ചെയ്തൊരു പെണ്ണ് പോയി വ്ളോഗ് എടുക്കുക, വെള്ളച്ചാട്ടത്തിനടുത്ത് പോയിട്ട് ഒഴുകി പോയി. മലയാളി ആണ്, വാർത്തയുണ്ട്. അത് അതിന് മുമ്പ് അരുണിമയെന്ന് പറഞ്ഞ മറ്റേ ബാക്ക് പാക്കർ അരുണിമയില്ലേ? അല്ലല്ല, ആ പെണ്ണ് പോയി എവിടെയോ. അത് പോയത് എവിടെയാ നയാഗ്ര അല്ലാതെ വേറെ വാട്ടർഫോൾ ഉണ്ടല്ലോ വലുത്, അതിന്റെ പേര് മറന്നുപോയി. അവിടെ പോയി അവള് നടുക്കൊക്കെ കയറി നിന്ന് ഭയങ്കര വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുകളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട്. പക്ഷെ അത് അവിടെയാണ്. അവിടെ അങ്ങനെയുള്ള സമയത്തല്ലേ അവർ വിടത്തുള്ളൂ. ഇവിടെ നോക്കിയേ വിടത്തുള്ളൂ. ഇവിടത്തെ വ്ളോഗർ പോയപ്പോ മരിച്ചുപോയി. കാരണം അവര് പോയത് ഈ സമയത്ത് ഒരു 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് എന്താ പെണ്ണ് മരിച്ചത്. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ നോക്കുന്നുണ്ടേ ഇവിടെ വെള്ളം ഉണ്ടാവില്ല, അത് സേഫ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഈ പിന്നെ ഉൾക്കാട്ടില് ഈ പറയുന്ന ഉരുൾപൊട്ടലും മഴയൊക്കെ ഈ സമയത്ത് നടക്കും. ഇവിടെ നമ്മൾ കാണുന്ന സ്ഥലത്ത് ഇതിന്റെ ഒരു ലാഞ്ചനയോ ഒരു ലക്ഷണമോ പോലും കാണത്തില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഈ വെള്ളം ഒഴുകി നോക്കി നിൽക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത കാലെടുത്ത് വെക്കുന്ന വെള്ളം നമ്മൾ അല്ല, ഇവിടെ തന്നെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ കുടുംബം പോയത് കണ്ടല്ലോ, ഒന്നിച്ച് നിൽക്കുന്ന ഇപ്പൊ വെള്ളത്തിൽ ഒഴുകി അങ്ങ് പോയി. അതെ, കഴിഞ്ഞ മാസം കണ്ടായിരുന്നു. ഞാൻ വീഡിയോ കണ്ടായിരുന്നു.
അവർക്ക് അതിന്റെ അതിന് നടുക്കൂന്ന് ഇങ്ങോട്ടൊന്ന് പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന ആൾക്കാരൊക്കെ പോയി കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെയാണ് അതിന് നടുക്ക് പോയിരുന്നത്. എന്തൊരു അപകടമാണെന്ന് നോക്കണേ. അതിൽ 2 പേരോ 3 പേരും കണ്ടേ രക്ഷപ്പെട്ടുള്ളൂ. പക്ഷെ അതിനകത്തിൽ അവർ നിന്ന പൊസിഷൻ ഒരു പ്രശ്നമുണ്ട്. വെള്ളം ഒഴുകി വരുമ്പോൾ വെള്ളത്തെ ഫേസ് ചെയ്തോ, ഇപ്പം വെള്ളം ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ നമ്മൾ വെള്ളത്തെ ഫേസ് ചെയ്തോ അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ ഡയറക്ഷനിൽ നമ്മൾ നിൽക്കരുത്. അതായത് വെള്ളം ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഫേസ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കരുത്. നമ്മൾ എപ്പോഴും സൈഡ് വേസ് ഇങ്ങനെ നിൽക്കാവും. സൈഡ് വേസ് ഇങ്ങനെ നിൽക്കാവും. വെള്ളത്തിന്റെ ശക്തി വരുന്നതനുസരിച്ച് നമ്മൾ ഈ പിന്നെ വെള്ളം ഒഴുകി വരുന്ന സൈഡിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ കാല് കൂടുതലായിട്ട് ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാം. ഒരിക്കലും അങ്ങോട്ട് ഫേസ് ചെയ്ത് വെള്ളം ഒഴുകി വരുന്ന ദിശയിലോട്ടോ വെള്ളം ഒഴുകി പോകുന്ന ദിശയിലോട്ടോ നമ്മൾ ഫേസ് ചെയ്ത് സൈഡ് വേസ് നമ്മൾ നിൽക്കണം. സൈഡ് വേസ് നമ്മൾ നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു അതിനകത്ത് ടൈം ഇഷ്ടം പോലെ കിട്ടിയാനായിരുന്നു. അവരെല്ലാവരും കൂട്ടം കൂടി നിന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം വന്ന് ഇടിച്ച് നിൽക്കാനുള്ള ഒരു പോയിന്റ് അവിടെ ക്രിയേറ്റ് ആയി. ആ ക്രിയേറ്റ് ആയപ്പോൾ ആ കൂടുതലായിട്ട് വന്ന ഫോഴ്സ് അവിടെ അക്യുമുലേറ്റ് ആയി അവരെയും കൊണ്ട് ആ വെള്ളം അങ്ങ് പോവുകയും ചെയ്തു. അത് അങ്ങനെ ഒരു സാധ്യത നമ്മൾ പിന്നെ ഇപ്പൊ ഇനിയിപ്പോ ഇത് കാണുന്നവർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയാൽ പോലും ഇറങ്ങരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇറങ്ങിയാൽ പോലും ഈ ഒരു പിന്നെ ഇങ്ങനെ ഒരു ഫ്ലാഷ് ഫ്ലഡ് എല്ലാം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കേറി പറ്റുന്ന ആൾക്കാർ ഇവിടെ അഴിച്ചിട്ടേക്കുന്നോണ്ടല്ലേ? അവിടെ കൃത്യമായ സെക്യൂരിറ്റി സംവിധാനമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. ഏതായാലും കൊള്ളാം. ഇനിയിപ്പോ ഒരു ഓഗസ്റ്റ് അവസാനം വരെ നമ്മളെല്ലാം ഭീതിയിൽ. സെപ്റ്റംബർ പകുതി വരെ. അപ്പൊ ശരി, ഓക്കെ. എനിക്ക് ഇത്ര ഒരു കാര്യം പറയാനായിരുന്നു. ഈ റെഡ് അലേർട്ട് എന്താണെന്നും അതിന്റെ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും ഉള്ള കാര്യം എനിക്ക് പറയണമായിരുന്നു. എന്നാലും സാധിച്ചു. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടട്ടെ. അതെ. ഓക്കെ, താങ്ക് യു.